എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്ന കേരള PSC പരീക്ഷകളിലൊക്കെ PSC ബുള്ളറ്റിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 2024 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ 2 PSC ബുള്ളറ്റിലായിട്ട് വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരെന്നാണ് ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജൂഡിത്ത് സുമിൻവ ടുലൂക്ക എന്നതാണ് പേര്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ആരാന്ന് ചോദിച്ചാൽ ജൂഡിത്ത് സുമിൻവ ടുലൂക്ക എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ജൂഡിത്ത് സുമിൻവ ടുലൂക്ക, കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു എന്നതാണ് മറ്റൊരു വാർത്ത. അപ്പോൾ ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? 32 അംഗങ്ങളുണ്ട്. 32 അംഗങ്ങളുള്ള സൈനിക സഖ്യമാണ് നാറ്റോ. അതിൻ്റെ എത്രാം വാർഷികമായിരുന്നു? 2024 75ാമത്തെ വാർഷികമായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കീസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കീസ് മിർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പാരീസിൽ വെച്ച് 2024 ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. അതിലുള്ള ജൂറി അംഗമായിട്ട് ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ബിൽക്കീസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കീസ് മിർ എന്ന കാര്യം കൂടി ഓർക്കുക. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി സെയ്ഫ് അലി ബി ശരൺ നിയമിതനായി എന്നതാണ് മറ്റൊരു വാർത്ത. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ട് സെയ്ഫ് അലി ബി ശരൺ എന്താണ് നിയമിതനായി. അപ്പോൾ നിയമനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. 2024 ഏപ്രിൽ 29 ഈ ഒരു ദിവസമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു ദിവസപ്രകാരമുള്ള നിയമനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഇവിടെ ഇന്നത്തെ ദിവസപ്രകാരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് സെയ്ഫ് അലി ബി ശരൺ നിയമിതനായി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കണ്ണൂർ ജില്ലയാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് 1ാം സ്ഥാനത്തെത്തി. 2ാം സ്ഥാനത്ത് ഇലോൺ മസ്കും 3ാം സ്ഥാനത്ത് ജെഫ് ബസോസുമാണ്. അപ്പോൾ 2024 പുറത്തു വന്ന ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് വരുന്ന ബെർണാഡ് അർണാൾട്ട് 1ാം സ്ഥാനത്താണ് അതിസമ്പന്നരുടെ ഫോബ്സിന്റെ പട്ടികയിൽ. 2ാമത് എലോൺ മസ്കും 3ാമത് ജെഫ് ബസോസുമാണ് എന്ന കാര്യം ഓർക്കുക. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അപ്പോൾ എന്താണ് ഈ അഗ്നി പ്രൈം എന്ന് ചോദിക്കാം. അത് ഒരു ബാലസ്റ്റിക് മിസൈലാണ്. ആണവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. അത് ഇന്ത്യ എന്താണ് വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ആര്? ദേവിക. ഇന്ത്യൻ വംശജനായ പവൻ ദബുലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായിട്ട് നിയമിതയായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യൻ വംശജനാണ് പവൻ ദബുലരി. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായിട്ട് നിയമിതനായി എന്നതാണ് മറ്റൊരു വാർത്ത. അപ്പോൾ പവൻ ദബുലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി, ഇന്ത്യൻ വംശജൻ. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡിന്. അപ്പോൾ ആബേൽ പുരസ്കാരം മാത്സുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്. അപ്പോൾ അത് ലഭിച്ചിരിക്കുന്ന ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിനാണ് 2024 ആബേൽ പുരസ്കാരം ലഭിച്ചത്. മൈക്കൽ തലാഗ്രാൻഡിന്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈന്യാഭ്യാസമാണ് ദോസ്തി 16. അപ്പോൾ എന്താണ് ദോസ്തി 16? സംയുക്ത സൈന്യാഭ്യാസമാണ്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക ഈ 3 രാജ്യങ്ങൾ ചേർന്നാണ് ഇത് നടത്തുന്നത്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്കയാണ് എന്ത് വേദിയാകുന്നത്. അപ്പോൾ 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് എവിടെ വെച്ച് നടക്കുന്നു? ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ടും ആര് മാറി? വിജയ് ഛേത്രി.
ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. ഉറുഗ്വേയിലെ കൊളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രി. പുനയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്കാണ് ലഭിച്ചത്. പ്രസിദ്ധ സാഹിത്യകാരി KR മീരയ്ക്ക് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചു. പ്രസിദ്ധ കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കലാമണ്ഡലം രവീന്ദ്രൻ ഈ അടുത്ത് അന്തരിച്ചു. ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ട കലാകാരനാണ് അദ്ദേഹം എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവാണ് ഗാന്ധിമതി ബാലൻ. അദ്ദേഹം അന്തരിച്ചു. അപ്പൊ ഗാന്ധിമതി ബാലൻ ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചലച്ചിത്ര നിർമ്മാതാവാണ്. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മലയാളിയായ പ്രഭാവർമ്മയ്ക്ക് എന്താണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചു. രൗദ്ര സാത്വികം എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സൃഷ്ടിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. രൗദ്ര സാത്വികം എന്ന അദ്ദേഹത്തിന്റെ ആ സൃഷ്ടിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പൊ സരസ്വതി സമ്മാൻ പുരസ്കാര തുക 15 ലക്ഷം രൂപ. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിൽ ആര് കിരീടം നേടി? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് കിരീടം നേടിയത്. ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് ഫൈനലിൽ. കഴിഞ്ഞ തവണ ആദ്യമായിട്ട് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഇത് വനിതകളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ആണ്. അതിൽ ക്രിക്കറ്റ് കിരീടം 2ാം സീസണിൽ നേടിയത് ഈ വർഷം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. അവർ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. മുംബൈ ഇന്ത്യൻസ് ആണ് 1ാം സീസൺ കിരീടം നേടിയത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം M മുകുന്ദന് ലഭിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം M മുകുന്ദനും PN പണിക്കർ പുരസ്കാരം ഇയങ്കോട് ശ്രീധരനുമാണ് ലഭിച്ചത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം 2024 പ്രഖ്യാപിച്ചപ്പോൾ M മുകുന്ദനും 2024 PN പണിക്കർ പുരസ്കാരം ഇയങ്കോട്ട് ശ്രീധരനും ലഭിച്ചു എന്നതാണ് അറിയേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ ഇന്ത്യക്കാരിയാണ് മലയാളിയായ ഷെഫ് ശ്രേയ അനീഷ് എന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാമത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ഷെഫാണ് ശ്രേയ അനീസ്. ആരാണ്? ശ്രേയ അനീഷ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമാണ് പോയിന്റ് നിമോ. പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ എന്ന പേര് ഓർത്തിരിക്കണം. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. വിജയകരമായിട്ട് എന്താണ്? പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. അപ്പോൾ എന്താണ് തേജസ് മാർക്ക് 1A? അതൊരു യുദ്ധവിമാനമാണ്. ആര് നിർമ്മിച്ചു? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ് തേജസ് മാർക്ക് 1A. അത് യുദ്ധവിമാനമാണ്. അതിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്നത്. അതായത് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലാൻഡ് 1ാമത്.
143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഐക്യരാഷ്ട്രസഭയാണ് ലോക സന്തുഷ്ടി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. വേണമെങ്കിൽ ചോദിക്കാം, ലോക സന്തുഷ്ടി റിപ്പോർട്ട്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആര് തയ്യാറാക്കുന്നു? UN ആണ്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയാണ്. അത് 7ാം തവണയും തുടർച്ചയായിട്ട് 7ാം തവണയും 2024 പ്രഖ്യാപിച്ചപ്പോൾ 1ാം സ്ഥാനത്ത് ഫിൻലാൻഡാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം ചോദിച്ചാലും ഒന്നാമത് ആര് തന്നെയാണ്? ഫിൻലാൻഡാണ്. 143 രാജ്യങ്ങളുടെ റിപ്പോർട്ടാണ് വന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്രയാണ്? 126 കാര്യം ഓർത്തിരിക്കുക. 126. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദാരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ആരുടെ കണക്ക് പ്രകാരം? IMF അവരുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദാരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി മഞ്ഞും ബോയ്സിന്. അപ്പൊ മലയാളത്തിൽ ഈയിടയ്ക്ക് സൂപ്പർ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന മലയാളത്തിലെ ആദ്യ സിനിമയായിട്ട് മാറി. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ പേരെന്താക്കി? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. മുംബൈ സെൻട്രൽ സ്റ്റേഷന്റെ പേര് മാറ്റി ഇപ്പോൾ അത് പുനർനാമകരണം ചെയ്തിരിക്കുന്ന ഏതു പേരിലാണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്ന പേരിലാണ്. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി. ഇപ്പൊ നിയമനമാണ്. നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി പഠിക്കണം പിന്നീട്. നിലവിലെ തീയതി പ്രകാരം ഇവിടെ പറയുന്നത് വിനയ് കുമാർ ആണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ. ദേശീയ അന്വേഷണ ഏജൻസി NIA അതിന്റെ ഡയറക്ടർ ജനറലായിട്ട് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയെ തെരഞ്ഞെടുത്തു എന്നതാണ് മറ്റൊന്ന്. അപ്പോൾ ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസിയാണ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് NIA എന്ന് പറയുന്നത്. അതിന്റെ തലപ്പത്ത് ഡയറക്ടർ ജനറലായിട്ട് മഹാരാഷ്ട്ര ഭീകരത വിരുദ്ധ സ്ക്വാഡ് അതിന്റെ തലവനായിട്ടുള്ള സദാനന്ദ് വസന്ത് ദത്തെ തെരഞ്ഞെടുത്തു. ഇനി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG ഉണ്ട്. അതിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലായിട്ട് കേരള കേഡർ IPS ഓഫീസറായ സുരേഷ് രാജ് പുരോഹിതിനെ നിയമിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം. അപ്പൊ 2 പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. ഒന്ന് NIAയുടെ ഡയറക്ടർ ജനറൽ, അതാരാണ്? നിലവിൽ സദാനന്ദ് വസന്താണ്. അതേപോലെ തന്നെ നമ്മുടെ SPG ഉണ്ട്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അതിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലായിട്ട് കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതിനെ നിയമിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തെരഞ്ഞെടുത്തു. അപ്പോൾ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായിട്ട് അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായിട്ട് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറായ PR ശ്രീജേഷ്, മലയാളിയായ PR ശ്രീജേഷിനെ തെരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? PR ശ്രീജേഷിന് തന്നെയാണ് ലഭിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക്. ഇപ്പം NATO നമ്മൾ 75 വയസ്സെന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക്. 1950 ഏപ്രിൽ 1 തിരുവനന്തപുരം നിലയം പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പോ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പോ ക്ലിപ്പർ എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് യൂറോപ്പോ ക്ലിപ്പർ? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പ. അതിനെ ലക്ഷ്യമാക്കി ആര് വിക്ഷേപിക്കുന്നു? നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് അന്തരിച്ചു എന്നതാണ് മറ്റൊന്ന്. അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് അദ്ദേഹം നാവികസേന മുൻ മേധാവിയാണ്, ഒപ്പം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമാണ്. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ N രാധാകൃഷ്ണൻ നായർ എന്നാണ് അന്തരിച്ചു. അപ്പോൾ ഈ അടുത്ത് നടന്ന 2 വിയോഗങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഒന്ന് ലക്ഷ്മി നാരായൺ രാംദാസ്, മറ്റൊന്ന് N രാധാകൃഷ്ണൻ നായർ. കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജേതാവുമായ TN പ്രകാശ് അന്തരിച്ചു എന്നതാണ് മറ്റൊരു വാർത്ത. അപ്പോൾ TN പ്രകാശ് ആരാന്ന് വെച്ചാൽ കഥാകൃത്തായിരുന്നു, അതേപോലെ തന്നെ നോവലിസ്റ്റാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയാണ് TN പ്രകാശ്. കഥാകൃത്ത്, നോവലിസ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് TN പ്രകാശ്. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. മലയാളം, തെലുങ്ക്, കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാനിയൽ ബാലാജി ആരാണ്? പ്രമുഖ തമിഴ് നടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 PSC ബുള്ളറ്റിനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന ആനുകാലിക വാർത്തകൾ. വരാൻ പോകുന്ന പരീക്ഷയിൽ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷകൾക്കൊക്കെ
PSC ബുള്ളറ്റിൽ നിന്ന് ആനുകാലിക വാർത്തകൾ ചോദിക്കാറുണ്ട്. അവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഏപ്രിൽ മാസം 2024 ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരിചയപ്പെടുത്തിയത്. വരുന്ന ക്ലാസ്സുകളിലൂടെ ആയിട്ട് മാർച്ച് മാസത്തിലെയും അതുപോലെ തന്നെ ഫെബ്രുവരി, ജനുവരി തുടങ്ങിയ മാസങ്ങളിലൊക്കെ ആനുകാലിക കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യോഗം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.